പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ ഇവിടെ വന്ന് നിരന്തരമായി ശല്യപ്പെടുത്തുകയും എൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ടല്ല 4 വ്യക്തികളാണ് എൻ്റെ സഹോദരന്മാരായ 2 പേര്. ഇവരെപ്പറ്റി ചില അറിവുകൾ കിട്ടിയതിൻ്റെ ഫലമായി ഇവർ ചില ഉപകരണങ്ങൾ വെച്ച് കേൾപ്പിക്കുകയും, ഞങ്ങളുടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നിരിക്കുന്നത്, ഇവർ ചില ഉപകരണങ്ങൾ വെച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ചിലത് അറിയാൻ കഴിഞ്ഞു. ഇവർ ഒന്നിൽ കൂടുതലോ അതിൽ കൂടുതലോ പേരെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ട ഇവരെ ഇനി വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ളത്. എൻ്റെ അമ്മ അമ്മയെ ഞാൻ എൻ്റെ പെങ്ങൾ ഗീതയെ മുഖാവഴി ഇവരെ ഏൽപ്പിച്ചതാണ്. എന്നാൽ ഈ ഗീതയോട് ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഗീത അവിടെ ഒന്നും കാണില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നാൽ ഗീതയുമായിട്ട് ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ഫോണിലുമില്ല. എന്നിട്ട് അവളും ഇത്തരം ഒരു സൈസ് ഉപകരണത്തിൽ കടന്ന് കളിച്ചുകൊണ്ട് എനിക്കെതിരെ എന്നെ ബോധിപ്പിക്കുകയാണ്. എന്താണ് ഈ ബോധനയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആ സഹോദരന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇവർ പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. ഞാൻ കൊടുത്തിട്ടുണ്ട്. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഞാൻ രജിസ്റ്ററായിട്ട് അയച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ പെങ്ങൾ അന്ന് എന്നെ കൊഞ്ഞനം കുത്തി കാണിച്ചുവെങ്കിലും ഞാനതിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചില ആൾക്കാർ എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിരുന്നു, അവർ ചിലർ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞാൻ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സ്റ്റേറ്റ് ചെയർമാനാണ്. അന്നേരം ഇതും ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങളും മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ ബന്ധപ്പെട്ട തിരുവല്ല പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ സൂപ്രണ്ട് ഓഫീസിലും ഞാൻ അപേക്ഷ സമർപ്പിച്ചതാണ്. ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഇതിനു മുമ്പും ഞാൻ എനിക്കെതിരെ നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. അത് പ്രകാരം നടപടി സ്വീകരിക്കുകയോ എനിക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ ആൾ മിസ്സിങ് ആണോ അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൃത്യമായ വിവരം എന്നെ അറിയിച്ചിട്ടില്ല. കൃത്യമായ വിവരം എനിക്ക് ലഭ്യമാക്കണം. എന്താ പേരിൽ എനിക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരാണെന്നുള്ള കാര്യം നിങ്ങൾ നിസ്സാർക്കം പറയേണ്ട കാര്യം, വേറെ ആരുമില്ല. പിന്നെ എനിക്ക് ഇൻഫോ സ്റ്റേജിലുണ്ടായ ചില പ്രോബ്ലങ്ങൾ, അതിന് കാരണക്കാർ ചില ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് റിലീവ് ചെയ്യുകയും ഞാൻ വേറെ പ്രൈവറ്റ് അതല്ലാതെ ഞാൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് എനിക്ക് ജാതിയോ വർഗീയതയോ ഒന്നും അല്ല. അവിടെ വന്നിട്ട് വർഗീയ വേഷം കൊത്താനും ജാതീയ വേഷം കൊത്തിയിട്ട് അവരെ ഞാൻ കണ്ടു. അവരിൽ പല ആൾക്കാരും എന്തൊക്കെയോ പേടിക്കുകയോ ഭ്രമിക്കുകയോ എന്തൊക്കെയോ കാണിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അവിടെ എത്തിയ പത്തനംതിട്ടയിൽ നിന്ന് ഒരുത്തനും ചില ആൾക്കാരെത്തിയപ്പോഴും അതിൻ്റെ ആ ഭൂകമ്പത്തിൻ്റെ കൃത്യത ഞാൻ കറക്റ്റ് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അവിടെ തുടരാൻ എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ കണ്ടു. എൻ്റെ പൈസ ഞാൻ എക്സ്ട്രാ അടച്ചിരിക്കുന്ന അവിടുത്തെ ഡയറക്ടർ എക്സ്ട്രാ അടിച്ചിരിക്കുന്ന ആ 10,000 രൂപ റീഫണ്ട് ചെയ്ത് എനിക്ക് എത്രയും വേഗം തരണമെന്നും അപേക്ഷിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാൻ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നപോലെ എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അവിടുന്ന് പോകാനുള്ള പരിപാടിയല്ല. എനിക്ക് ഇനിയിപ്പം തുടർന്ന് അവിടെ ഇങ്ങനെ ഉള്ള കാലമല്ല. 6 മാസം എന്ന് പറയുന്ന 6 മന്ത് അത് ഞാൻ അതിന് എക്സ്ട്രാ പൈസ കൊണ്ട് അടച്ചത്. അത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പോകാനായിട്ടായിരുന്നു. അന്നേരത്തേക്ക് ഇവൻ്റെ കുറേ പരിപാടികൾ, അവിടുത്തെ ഒരാളുണ്ട്, ഒരു മാന്യൻ, അവൻ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ളവനാണെന്നും എനിക്ക് മനസ്സിലായി. അവന് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ സോഷ്യലോ എന്ത് വേണേലും ഉണ്ടായിക്കോട്ടെ, എന്ത് കുന്തമോ ഉണ്ടായാലും അവൻ്റെ കാര്യം നോക്കിപ്പോയാൽ പോരെ. പിന്നെ എൻ്റെ ഭാര്യയെപ്പറ്റി ചില ക്വസ്റ്റ്യനുകൾ അത് എനിക്ക് അവളെ തിരിച്ച് ശരിക്കും അറിയാം കേട്ടോ. എൻ്റെ ഭാര്യ തന്നെയാണ്, എൻ്റെ മോൻ തന്നെയാണ്. അതിലാരും ഇനിയും കിടന്ന് കൈയെടുത്തണ്ട കേട്ടോ. എൻ്റെ ചേട്ടന്മാരോടും പ്രത്യേകം പറയാം. പിന്നെ ഞാൻ ഇവരെ പറ്റി വേറെ ഒരു മനുഷ്യരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല.
എൻ്റെ ചേട്ടൻ്റെ കാര്യമാണ് ചോദിച്ചത്. എൻ്റെ അമ്മ മിസ്സിങ് ആയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം എനിക്ക് പോലീസിൽ നിന്ന് കിട്ടണം. അത് അവരിൽ നിന്ന് കിട്ടിയാൽ മതി. അല്ലാതെ നിങ്ങളെ എല്ലാവരും കൂടെ കൂട്ടി ഇയാളുടെ ഭാര്യയും കുറേ ഡബിൾ മീനിങ്ങിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അത് നിങ്ങളെ ആരെയല്ല, ഈ വ്യക്തികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തികളെ എത്രയും പെട്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അന്നേരം എല്ലാവർക്കും താങ്ക്സ്.